ഗാസയിലെ ഇസ്രയേലിന്റെ ക്രൂരമായ ആക്രമണങ്ങൾ ലോക മനസാക്ഷിയെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഉയർന്നു വന്ന ഒരു ശബ്ദം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കൻ സൈനിക മേധാവി ജനറൽ റുട്സാനി മഫ്വാനിയ ഇറാനിൽ വെച്ച് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ചില പരാമർശങ്ങൾ കാരണം സ്വന്തം രാജ്യത്തു നിന്നും വലിയ വിമർശനം നേരിടുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ധീരമായ നിലപാട് ദക്ഷിണാഫ്രിക്കയുടെ അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയേക്കാമെങ്കിലും അത് മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ പ്രതീകമായി മാറുന്നു. പ്രസിഡന്റ് സിറിൽ റാമാഫോസ അമേരിക്കയുമായി വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ സമയത്താണ് സൈനിക മേധാവിയുടെ ഈ നിലപാട് എന്നതും ശ്രദ്ധേയമാണ്. ജനറൽ റുട്സാനി മഫ്വാനിയയും മേജർ ജനറൽ സയ്യിദ് അബ്ദുൾ റഹീം മൗസവിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ദക്ഷിണാഫ്രിക്കയും ഇറാനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് ജനറൽ മഫ്വാനിയ പറഞ്ഞതായി ഇറാനിയൻ മാധ്യമങ്ങളായ പ്രസ് ടിവിയും ടെഹ്റാൻ ടൈംസും റിപ്പോർട്ട് ചെയ്തു. ദക്ഷിണാഫ്രിക്കയുടെ വർണ്ണവിവേചന വിരുദ്ധ പോരാട്ടത്തിന് ഇറാൻ നൽകിയ ചരിത്രപരമായ പിന്തുണയെ അദ്ദേഹം അനുസ്മരിച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്കും ഇറാനും പൊതുവായ ലക്ഷ്യങ്ങളുണ്ട്. ലോകത്തിലെ അടിച്ചമർത്തപ്പെട്ടവർക്കും പ്രതിരോധമില്ലാത്തവർക്കും ഒപ്പം ഞങ്ങൾ നിലകൊള്ളുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഇസ്രയേൽ ആക്രമണങ്ങളെയും അദ്ദേഹം അപലപിച്ചു. ഇറാനെതിരായ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക സാമ്പത്തിക നടപടികളെ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും ലംഘനമാണ് എന്ന് അദ്ദേഹം അപലപിച്ചു. പുതുക്കിയ ആക്രമണം ഉണ്ടായാൽ കൂടുതൽ നിർണായകമായ പ്രതികരണം നൽകാൻ ഇറാൻ സൈന്യം സജ്ജമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതായും പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു. ജനറൽ മഫ്വാനിയുടെ സന്ദർശനത്തെക്കുറിച്ച് പ്രസിഡന്റ് റാമാഫോസ മുൻകൂട്ടി അറിയില്ലായിരുന്നുവെന്ന് പ്രസിഡന്റിന്റെ ഓഫീസ് വ്യക്തമാക്കി.